ആ കെട്ടിടം വലിയ സൗണ്ടോട് കൂടിയിട്ടാണ് നിലത്തേക്ക് വീണത്. അവൾക്ക് കാണാമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ബാത്റൂമിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ കുളിക്കാൻ പോയി, പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടുന്ന, ബാത്റൂം ഇടിഞ്ഞു വീണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു. പിന്നെ എന്നിട്ട് പറയുന്നത് നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിക്കുക, പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ ഉള്ള ലെവലിലാണ് അവർ പറഞ്ഞത്. ആക്സിഡൻറ്റ് നടന്ന് ഇപ്പോൾ 2-3 മണിക്കൂറോളം എത്തുമെന്ന് തോന്നുന്നു ഇത് കിട്ടാൻ. പക്ഷെ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഈ മരണപ്പെട്ടവരുടെ ബന്ധു പറയുകയാണ്. ഇത്തരത്തിൽ 10:30 അപകടം നടക്കുന്നു. അതിനുശേഷം 2.5 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിനെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ സമീപത്ത് ആശുപത്രിയിലുള്ള ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകളുടെ ചികിത്സയ്ക്കായി കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ബിന്ദു ഇവിടെ എത്തുന്നത്. വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ബിന്ദുവിൻ്റെ മകളായ നവമി ആന്ധ്രയിലെ അപ്പോളോ ആശുപത്രിയിൽ അവസാന വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു വരുന്നത്. ബിന്ദു ശുചിമുറിയിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അവിടെ എത്തിയ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ആ സാധ്യത അവർ കണക്കിലെടുത്തില്ല. മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയെങ്കിലും അവരും ഇക്കാര്യത്തിൽ ഗൗരവമായി എടുത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ പത്രസമ്മേളനം മാധ്യമങ്ങളെയൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷേ ജീവന് വേണ്ടി പിടയുകയായിരുന്നു ഈ കെട്ടിടത്തിനുള്ളിൽ ബിന്ദു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധുവായ യുവാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കുഞ്ഞമ്മയുടെ മകളാണ് ഇവിടെ കിടക്കുന്നത്. അവളെ ചികിത്സിക്കാനായിട്ട് 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആയതാണ്. അപ്പോഴാണ് ഇതുപോലെ അമ്മ കുളിക്കാൻ പോയി, പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടുന്ന, ബാത്റൂം ഇടിഞ്ഞു വീണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു. പക്ഷെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞങ്ങളിവിടെയൊക്കെ തിരക്കി. അപ്പോൾ അവളുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ കാഷ്വാലിറ്റിയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും വന്ന് അന്വേഷിച്ചു. അപ്പം കാഷ്വാലിറ്റിയിലില്ല എന്ന് പറഞ്ഞ് അവസാനം അവരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഒരു അരമണിക്കൂർ കാത്തു നിന്നിട്ട് പിന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി നോക്കിയപ്പം ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ 2 പേരെ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് പറയുന്നത് നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിക്കുക, പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ ഉള്ള ലെവലിലാണ് അവർ പറഞ്ഞത്. അവസാനം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോലെ ഒരാളെ അവിടെ കാണുന്നില്ല, എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരെ പറഞ്ഞത് ചെയ്തു തരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞവർ. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തു, JCB മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. ഒരു 12:30 ആയപ്പോൾ അവർ 1 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു, അവർ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, പിന്നെ കളറ് ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ ഡ്രസ്സ് അതല്ലാത്തതുകൊണ്ട് നമ്മളതല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് നോക്കി. പിന്നെ 1-2 മാധ്യമപ്രവർത്തകരെയൊക്കെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെ ഇന്ന ആളാണ്, ആൾ കാഷ്വാലിറ്റിയിലുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഇതുപോലെ ആൾ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരുടെ മകനെയും എൻ്റെ വൈഫിനെയൊക്കെ കൊണ്ടിങ്ങോട്ട് വരുമായിരുന്നു. ഇതെല്ലാത്തിന് ശേഷം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ബോഡി കണ്ടത്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബോഡി കിട്ടിയത്. ആക്സിഡൻറ്റ് നടന്ന് ഇപ്പോൾ 2-3 മണിക്കൂറോളം എത്തുമെന്ന് തോന്നുന്നു ഇത് കിട്ടാൻ. പക്ഷെ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ. മകൾ കിടക്കുന്ന വാർഡിലെ ഈ അപകടം നടക്കുന്ന കെട്ടിടം വീഴുന്ന കാണാമായിരുന്നു. അങ്ങനെ 13ാമത്തെ വാർഡിലായിരുന്നു. കാണാമെന്ന് പറഞ്ഞാൽ അവൾക്ക് കിടന്നുകൊണ്ട് കാണാമായിരുന്നു. അവിടെ ആ കെട്ടിടം വലിയ സൗണ്ടോട് കൂടിയിട്ടാണ് നിലത്തേക്ക് വീണത്. അവൾക്ക് കാണാമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ബാത്റൂമിലുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞില്ല, 2 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഒരു കുട്ടിയും ഒരു ലേഡിയും മാത്രമേ ഉള്ളൂ, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ ചെന്ന് അവരെ നോക്കുന്ന സമയത്ത് നമ്മളെ അങ്ങോട്ട് കയറ്റുന്നില്ലായിരുന്നു. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ, കാരണം ആ സമയത്തൊരു തിരക്കിൻ്റെ ഇതുകൊണ്ട് അവർ കയറ്റുന്നില്ലായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കയറ്റി കാഷ്വാലിറ്റി ചെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ കൊച്ചച്ഛൻ എന്നെ വിളിച്ച് പറയുന്നത് അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളോട് നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ടൊന്നും അവരാരും ആ സമയത്ത് നോക്കാൻ റെഡിയായില്ല. അവർ പോയി പറഞ്ഞു അമ്മ ഇങ്ങനെയാണ്, ആളെ കാണാനില്ല, അത് കണ്ടുപിടുത്തണമെന്ന് പറഞ്ഞു. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി? ഇല്ല, ഞങ്ങൾ 1 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ. തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ
ജീവൻ തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നു. നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ. ഈ അപകടം നടന്നത് ഒരു പഴയ കെട്ടിടമായിരുന്നു. അത് ഉപയോഗ യോഗ്യമല്ല എന്ന് 2005 റിപ്പോർട്ട് കൊടുത്തതാണ്. എന്നിട്ടും അവിടെ ആളുകളെയൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഈ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇടയൊന്നും ഇല്ലാത്തതിനാൽ പലരും വരാന്തയിലൊക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിലൊക്കെ പലരും ഇവിടെ അഭയം തേടിയിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളൊക്കെ ഈ വരാന്തയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ ആശുപത്രി കെട്ടിടം ഇത് പൊളിച്ചു മാറ്റേണ്ട ഒരു ആശുപത്രി കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. ഈ അപകടത്തിൽ വലിയ ദുരന്തം ഉണ്ടാകാതെ കൂടുതൽ പേർ അപകടത്തിൽ അത്യാഹിതം സംഭവിക്കാതെ രക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അവരൊക്കെ ഈ കെട്ടിടത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് മാറിയതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പേർ അപകടത്തിൽ പരിക്കേൽക്കുന്ന അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്നുമൊക്കെ ഒഴിവാകുകയായിരുന്നു. എന്നാൽ ഒരു കുട്ടിക്ക് മാത്രം പരിക്കേൽക്കുകയും രക്ഷിക്കാനെത്തിയ ഒരു ജീവനക്കാരനെ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ ചികിത്സയിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ബിന്ദുവിന് നേരിടേണ്ടി വന്നത്. ആശുപത്രിയിലെ മകളുടെ ചികിത്സയ്ക്കായി വന്ന ബിന്ദുവാണ് ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയത്. ബിന്ദുവിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചതിന് ശേഷം നാളെ രാവിലെ 10 മണിക്ക് തലയോലപ്പറമ്പിലെ വീട്ടിൽ വെച്ച് സംസ്കാരം നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ വ്യാപകമായൊരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുകയും ചെയ്തു. ഈ സംഭവത്തെപ്പറ്റി വിശദീകരിക്കുന്നതിനായി മുഖ്യമന്ത്രി അടക്കം ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, VN വാസവൻ അടക്കമുള്ള ആളുകളൊക്കെ വരികയും ചെയ്തു. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും SDPയുടെയും ഒക്കെ വ്യാപകമായ ഒരു പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചത് അടക്കമുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിലോപം കാണിച്ച, ഇത്തരത്തിൽ ഉദാസീനതയെ രീതിയിൽ പെരുമാറിയ, കെട്ടിടത്തിന് ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ പോലും വെക്കാതെ അവിടേക്ക് ആളുകളെ കയറ്റിവിട്ട അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് കാണുന്നത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെയും അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.